ഇവിടെ പിണ്ടികുത്തി തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ട് എല്ലാവരും പിണ്ടി കൊണ്ടൊന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുള്ള അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വാർഡും അവരുടേതായ പിണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും. അതിൻ്റെ അലങ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണാം. ഓരോ വാർഡുകാരും പിണ്ടി കൊണ്ടുവരും. സജ്ജമാക്കിയിരിക്കുന്ന ചട്ടിയിൽ അത് ഉറപ്പിക്കും. എന്നിട്ട് ഓരോ പിണ്ടിയും നല്ലപോലെ അലങ്കരിക്കും. അതിന് ചുറ്റും ചിരാത് വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അവിടെ അണിഞ്ഞൊരുക്കുന്നുണ്ട്. കൂടാതെ മറ്റു തരത്തിലുള്ള അലങ്കാരങ്ങളും പിണ്ടിയിൽ മേൽ ചെയ്യും. റിബൺ കെട്ടും, ചിലരെല്ലാം പൂക്കൾ ഒട്ടിക്കും, ചിലരെല്ലാം അതിന് മുകളിൽ ഈർക്കിലി കൊണ്ട് അലങ്കാരങ്ങൾ സൃഷ്ടിക്കും. ചിലർ ധാരാളം ചിരാത് കൊണ്ട് ഈ പിണ്ടി മുഴുവൻ നിറച്ചിരിക്കും. ഏറ്റവും മുകളിലായി ചിലരെല്ലാം ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടാവും. ആഘോഷമായിട്ടുള്ള റംശ ചൊല്ലിയ ശേഷമാണ് എല്ലാവരും പള്ളിയിൽ നിന്ന് പള്ളിമുറ്റത്തേക്ക് വരുന്നത്. അതിനുശേഷം വികാരിയച്ഛൻ തിരി കൊളുത്തി ആദ്യത്തെ പിണ്ടിയിൽ തിരി കത്തിക്കും. അതിൽ നിന്ന് മറ്റു ഓരോ വാർഡുകാരും തിരി കത്തിച്ചെടുത്ത് അവരവരുടെ പിണ്ടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ ചിരാതുകളും കത്തിക്കും. എല്ലാ പിണ്ടികളിലുമുള്ള ചിരാതുകൾ കത്തിച്ച ശേഷം അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ദനഹ തിരുനാളിന് ഒരുക്കമായിട്ടാണ് ഈ പിണ്ടി കത്തിച്ചുള്ള ആഘോഷം നടത്തുന്നത്. കാരണം ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന ധാരണയിൽ നിന്നാണ് ഈ ആചാരം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ദനഹ എന്ന് പറയുന്നത് പ്രകാശിക്കുക എന്നാണ്. ദനഹ എന്ന് പറയുന്ന സുറിയാനി വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിസ്തു ലോകത്തിന് മുമ്പിൽ പ്രകാശിക്കുന്നു എന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചിരാതുകൾ കത്തിച്ച് പ്രകാശപൂരിതമായ ഒരു സന്ധ്യ ഇവർ സൃഷ്ടിക്കുന്നത്.